അമ്മയുടെ ഒരു സ്പെഷ്യൽ പ്രോൺസ് പിക്കിളിൻ്റെ കുക്കിങ്ങിലോട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രിപ്പറേഷനിലോട്ട് കടക്കാൻ പോവുകയാണ്. അപ്പോൾ അതേ അമ്മ അതിൻ്റെ ഡീറ്റെയിലുകൾ പറയുന്നതായിരിക്കും, എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്നുള്ളത് പറയുന്നതായിരിക്കും. പ്രോൺസ് പിക്കിൾ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 2 കിലോ പീൽഡ് ഡിവൈൻ ചെയ്ത് പ്രോൺസ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് മുളക് പൊടി ഒരു ആവശ്യമുള്ള ഒരു 1-2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ചേർത്ത് ഞാനിത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ 1 മണിക്കൂറായി. ഇനിയും അതുകൊണ്ട് അത് നമ്മൾ ഫ്രൈ ചെയ്യണം. ആദ്യം അത് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കണം. എന്നിട്ട് ഓരോന്നും ഞാനത് പിക്കിൾ ഉണ്ടാക്കുമ്പോൾ ചേർക്കുമ്പോൾ എത്രമാത്രം ക്വാണ്ടിറ്റി വേണമെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇതിപ്പോൾ ഒരു 2-3 ഒരു 10-100 വെളുത്തുള്ളി അല്ലിയാണ്. ഇത്രയും വേണം. ഇതിന് ധാരാളം വെളുത്തുള്ളി അല്ലി വേണം. പിന്നെ ഒരു 2 വലിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത്, ഒരു 4-5 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, കരിവേപ്പില, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായംപൊടി, ഉപ്പ്. ഇത് വിനിഗർ ചേർക്കണം. പിന്നെ ഇത് ഞാനിപ്പോൾ ഇത് സൺഫ്ലവർ ഓയിലാണ്. നല്ലെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കാം, പക്ഷെ നല്ലെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ചിലപ്പം പിടിക്കത്തില്ല. അതുകൊണ്ട് നമ്മളങ്ങനെ പോകണ്ട. ഞാനിത് വെജിറ്റബിൾ ഓയിൽ ഓർ സൺഫ്ലവർ ഓയിൽ ഏതിനകത്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പം ആദ്യം ഞാനിപ്പോൾ കൊഞ്ചിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാൻ പോവാം. ഞാനിപ്പോൾ ഒരു 1-1.25 കപ്പ് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ ഫ്രൈങ് പാന് എണ്ണ ചൂടായി. ഇപ്പോൾ കൊഞ്ചിത് ഒരുമിച്ച് വറുക്കാൻ പറ്റില്ല. നമുക്കിത് 2 ബാച്ചായിട്ട് വറുത്തെടുക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ഒരു 2 കിലോ ഉണ്ട്. ഏകദേശം 1.5-2 കിലോ അടുപ്പിക്കാം. പീൽ ചെയ്തിട്ട് ഡീപ്പ് ഫ്രൈ ആവരുത്, തീരെ അങ്ങ് ഡ്രൈ ആവരുത്. ഡ്രൈ ആയാൽ അതൊരു റബ്ബറിഷ് ടെക്സ്ചർ ആവും. അത് നമ്മൾ പിന്നെ പിക്കിളിടുമ്പോൾ ഒരു 10 മിനിറ്റ് നമുക്ക് ഫ്രൈ ചെയ്താൽ മതി. അതിപ്പോൾ ഞങ്ങൾക്ക് വരികയാണ് 10 മിനിറ്റ് ആയി. ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തു. ആ എണ്ണ അങ്ങ് മാറ്റി വേറെ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിനകത്താണ് നമ്മളിനി അടുത്ത പ്രോസസ്സ് എല്ലാം ചെയ്യാനുള്ളത്. വെച്ചാൽ ആ എണ്ണയിൽ ഇതിൻ്റെ വെള്ളമൊക്കെ ഊർന്നൊക്കെ വന്ന് കുറച്ച് വെള്ളമയം കാണും. അപ്പോൾ അത് എണ്ണ അങ്ങ് കംപ്ലീറ്റ് മാറ്റി, അത് എടുക്കുക വേണ്ട. ഇനി പക്ഷേ ഫിഷ് പിക്കിൾ ഉണ്ടാക്കാനാണെങ്കിൽ നമുക്ക് ആ വറുത്ത എണ്ണ തന്നെ ഉപയോഗിക്കാം. കൊഞ്ചിന് പക്ഷേ അത് പറ്റില്ല, കാരണം അതിനകത്ത് കുറച്ച് വെള്ളമയമൊക്കെ ചേരും. ഈ കൊഞ്ചിൻ്റെ വെള്ളം ഇറങ്ങി വരും. വേറെ ഇതും ഇനി 1 കപ്പ് എണ്ണ ഒഴിക്കണം. ഒരു ടേബിൾ സ്പൂൺ കടുക്. എണ്ണ ചൂടായിട്ട് കിടക്കാതെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ. ഇത്ര അത് പൊട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ തൊലിച്ച് വെച്ച വെളുത്തുള്ളി ഒരു അരക്കപ്പല്ല, ഒരു 1/4 കപ്പോളം വെളുത്തുള്ളി ഉണ്ട്. വെളുത്തുള്ളി തൊലി കളഞ്ഞ് വെളുത്തുള്ളി പിളർന്നൊന്നും ഇടണ്ട. വെളുത്തുള്ളി ഫുള്ളായിട്ട് ഇട്ടിരിക്കുകയാണ്. 3 വറ്റൽമുളക്. അതിനെ ഓരോ വറ്റൽമുളകിനെയും 2ആയിട്ടോ 3ആയിട്ടോ ഒക്കെ മുറിച്ച് ചെറിയ പീസായിട്ടിടുക. നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നല്ലോ, പച്ചമുളക് 4 പച്ചമുളക്. ഇഞ്ചി കുറച്ചുകൂടി ഇടാം, അത്രയും മതി. എടുത്തതിലും കുറച്ച് ക്വാണ്ടിറ്റി കുറച്ചു. അരിഞ്ഞപ്പോൾ ഇഞ്ചി കുറച്ച് കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നി. പച്ചമുളകും ക്വാണ്ടിറ്റി ഇച്ചിരി കുറച്ചു. ഇതെല്ലാം ഈ പരുവത്തിൽ മൂത്താൽ മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യണം. ഫ്ലെയിം ഓഫ് ചെയ്യുന്നതൊന്നുമല്ല, നമ്മളിപ്പം പൊടികളൊക്കെ ഇടാൻ പോവാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇച്ചിരി കായംപൊടി. അപ്പം ഫ്ലെയിം ഓൺ ചെയ്തോട്ട് നമ്മൾ ഈ പൊടിയിട്ടത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് അത് പൊടിയിടും. ഇതിപ്പം 1 സ്പൂൺ, 1.5 സ്പൂൺ, 2 സ്പൂൺ, ടീസ്പൂൺ നോക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുകയാണ്.
മുളക് മതിയാകും തോന്നുന്നു, ഒരുപാട് വേണം. ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ അതിനകത്ത് കാണുന്നില്ല. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മതി. കായംപൊടി ഒരു ടീസ്പൂൺ ഫുള്ളായിട്ട് കായംപൊടി ചേർക്കുക. ഒരു പിഞ്ച് ഉലുവാപ്പൊടി, ഒരു 1/2 കപ്പോളം വിനിഗർ ഒഴിക്കുക. അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അടുപ്പൊന്ന് കത്തിച്ചിട്ട് ഈ കൊഞ്ചയിലത്തിട്ട് ഇളക്കി നല്ലതുപോലെ, തീ കുറച്ച് വേണം. ഇതിപ്പോൾ കൊഞ്ച് ജസ്റ്റ് ഒന്ന് ഇതിലൊന്ന് പിടിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഈ നമ്മൾ ചേർത്ത ഈ പൊടികൾ, ഉപ്പ്, വിനിഗർ എല്ലാം ഒന്ന് കൊഞ്ചിൽ പിടിക്കുക. ഇതിപ്പം എണ്ണമയമൊന്നും അധികമില്ല. ഒരുപാട് എണ്ണ ഒഴിച്ച് എണ്ണയ്ക്കകത്ത് പൊങ്ങി കിടക്കുകയൊന്നും വേണ്ട. ഇതൊരു കുഴഞ്ഞിരുന്നാൽ മതി. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ആണ് അമ്മയുടെ സ്പെഷ്യൽ കൊഞ്ച് പിക്കിള്. അപ്പോൾ ഇത് കണ്ടിട്ടൊക്കെ നല്ല ടേസ്റ്റൊക്കെ തോന്നുന്നുണ്ട്. എങ്ങനെ ഉണ്ടെന്നുള്ളത് കഴിച്ചിട്ട് ഞങ്ങളുടെ അഭിപ്രായം പറയാം. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.